രാവിലെ തന്നെ നിലവിൽ എന്തായാലും NSC സംഘങ്ങളും അതുപോലെ ഫോറൻസിക് സംഘങ്ങളും ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട്. ആ വെള്ള തുണിയുടെ പുറകിൽ ആ സ്ഫോടനം നടന്നിട്ടുള്ള മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് പറയാൻ സാധിക്കുക. ഇന്നലെ നിർണായകമായിട്ടുള്ള തെളിവെടുപ്പും അതുപോലെ പരിശോധനയുമായിരുന്നു. കാരണം സ്ഫോടനം നടന്ന തുടക്കം, അതായത് ആദ്യ മണിക്കൂറിൽ തന്നെ ലഭ്യമാകുന്ന എല്ലാ തെളിവുകളും ശേഖരിക്കുക എന്നുള്ള കാര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ളൊരു സംഭവം ആവുമ്പോൾ കൂടി ഏറ്റവും പ്രധാനമായിട്ടും ലഭിച്ചിരിക്കുന്നത് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ ഈ സംഭവത്തെ സംബന്ധിച്ച് ഏറ്റവും വൈറ്റലായിട്ടുള്ള, ഏറ്റവും പ്രധാനമായിട്ടുള്ള, സുപ്രധാനമായിട്ടുള്ള തെളിവുകളായി മാറുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്നലെ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കിയ കാര്യം അത് തന്നെയായിരുന്നു. CCTVയിലൂടെ നമുക്ക് ഈ കാർ എവിടെ നിന്ന് വന്നു, അതിനകത്ത് ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ള കാര്യമാണ് എന്തായാലും നിലവിൽ അമിത്ഷായും വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇലക്ട്രോണിക് തെളിവുകൾ, ഇപ്പോൾ മൊബൈൽ ടവർ സിഗ്നൽ ലൊക്കേഷൻ അടക്കമുള്ള ചില വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഫോറൻസിക് സംഘം എത്തി ഈ സ്ഫോടനം നടന്ന ഇടത്തെ സാമ്പിളുകൾ, അതായത് ഏതൊക്കെ തരത്തിലുള്ള കെമിക്കലാണ് പൊട്ടിത്തെറിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്, കാറിനകത്തുണ്ടായിരുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള സാമ്പിളുകൾ, അത്തരത്തിലുള്ള പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ആ സാമ്പിളുകൾ, കൂടുതൽ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിളുകൾ ശേഖരിച്ച് കൊണ്ടുപോയിരിക്കുകയാണ് ഈ FSL സംഘം, ഫോറൻസിക് സംഘം. ആ ടെസ്റ്റുകൾ നടക്കും. അതിനുശേഷം മാത്രമേ ആ കെമിക്കൽ രാസവസ്തുക്കളെ സംബന്ധിച്ചും അതുപോലെ മറ്റ് തെളിവുകളെ സംബന്ധിച്ചും എല്ലാം ഫോറൻസിക്കിന് വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഒപ്പം തെളിവുകളെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഡൽഹി പോലീസിനൊപ്പം തന്നെ NIAയും ഈ കേസിൽ സഹകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NIA കൂടി ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് രഹസ്യാത്മക സ്വഭാവമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേസ് അന്വേഷണത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പ്രത്യേകിച്ചും ഇതിന്റെ സാഹചര്യം, ഈ സംഭവം ഏത് തരത്തിലാണ് തുടങ്ങിയതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ കൊണ്ട് ഈ CCTV അതുപോലെ ഫോറൻസിക് തെളിവുകൾ, കുറച്ചധികം ഇലക്ട്രോണിക് തെളിവുകൾ, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെ കയ്യിലുള്ളതും. അതിനപ്പുറത്തേക്ക് ഈ ചോദ്യം ചെയ്തവരുടെ മൊഴികളും അവരെ ചോദ്യം ചെയ്തതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ അടക്കം ഉണ്ട്. എന്തായാലും അത് ഇതുവരെയും എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളതൊന്നും തന്നെ ഇപ്പോൾ ഈ അന്വേഷണ സംഘം പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയാൻ സാധിക്കുക. പ്രത്യേകിച്ചും ഈ ഫരീദാബാദ് മൊഡ്യൂളിലുള്ള 3 ഡോക്ടർമാർ, ആ 3 ഡോക്ടർമാരെയും ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. അവരുടെ പക്കൽ നിന്നും ചില നിർണായക വിവരങ്ങൾ അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ജയ്ഷെ മുഹമ്മദുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധ്യമാകുന്ന വിധമുള്ള ചില തെളിവുകളാണ് എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് സ്ഥിരീകരിച്ച് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. ഒരു 90% ഒക്കെ മാത്രമാണ് ഇതിൽ 90% എന്ന് പറയുമ്പോൾ തന്നെ അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞതാണ്. എന്തായാലും ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം, അതായത് ഇന്ന കാര്യമാണ് സംഭവിച്ചത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസിൽ നിന്ന് വരാനുള്ള ഒരു കാലതാമസം കൂടിയുണ്ട്. അതുകൂടിയാണ് നമ്മൾ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കാത്തിരിക്കുന്നതും. ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയതാണ്, വരും മണിക്കൂറുകളിൽ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തും എന്നുള്ള കാര്യമടക്കം. എന്തായാലും അന്വേഷണം ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നു. ഇലക്ട്രോണിക് തെളിവുകൾ അതുപോലെ തന്നെ ഫോറൻസിക് തെളിവുകൾ ഇപ്പോൾ എടുത്തത്, അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ രാസവസ്തുക്കളെ സംബന്ധിച്ചെല്ലാം തന്നെ വ്യക്തമാക്കുക. ഒപ്പം ആളുകളെ ചോദ്യം ചെയ്യുന്നു. കസ്റ്റഡിയിലുള്ള കാറിന്റെ മുൻ ഉടമകൾ 2 പേരുണ്ട്. അതുപോലെ തന്നെ 3 ഡോക്ടർമാർ, അനന്ത്നാഗ് സ്വദേശി, അതുപോലെ ഫരീദാബാദിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തുള്ള മുസമ്മിൽ, ഒപ്പം ഉത്തരാഖണ്ഡിൽ നിന്ന് കസ്റ്റഡിയായിട്ടുള്ള വനിതാ ഡോക്ടർ, ഈ 3 പേരെയും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്കാണ് നേരിട്ട് ജയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കുക. ഇവരുമായിട്ട് തന്നെയാണോ ഈ താരീഖിനും ബന്ധമുള്ളത്? അയാളും ഒരു ഡോക്ടറാണെന്നുള്ള ചില റിപ്പോർട്ടുകൾ, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്, അതും ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. അക്കാര്യങ്ങളൊക്കെയാണ് ഇനി സ്ഥിരീകരിക്കപ്പെടേണ്ടതും അതിലാണ് ഒരു വ്യക്തത വരേണ്ടതും. അത്തരത്തിൽ നമുക്ക് ഈ സ്ഫോടനവും പിന്നീട് ജയ്ഷെ മുഹമ്മദിലേക്ക് തന്നെ ബന്ധിപ്പിക്കാമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും. തീർച്ചയായും അങ്ങനെ കൃത്യമായ പരിശോധനകൾ നടന്നു വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരണം. അതിനുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. സ്ഫോടനം നടന്നതിന് തൊട്ടു പിന്നാലെ അവിടെ എത്തി പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു. ഈ ഒരു സ്ഫോടനം നടന്ന മണിക്കൂറുകൾക്കകമാണ് താരിഖിലേക്ക് അന്വേഷണം എത്തുന്നത്. ഇപ്പോഴെന്തായാലും അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചു വരികയാണ്. സ്ഫോടനം നടന്നതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ സന്ദർശിച്ചിരുന്നു. പരിക്കേറ്റവരെയും കണ്ടിരുന്നു. കൃത്യമായ അന്വേഷണം നടത്തും എന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു.